നിന്നെ ഞാൻ കൊറേ നാളായിട്ട് വാച്ച് ചെയ്യായിരുന്നു. നീ എന്റെ പെങ്ങടെ കുറെ നാൾ കമന്റ് അടിക്കല്ലോ. കഴിവേറവനെ അടിച്ചു ഞാൻ ശരികളെ അറിയാമോ? അടിച്ചു എന്താ അല്ലാശ ഇവനെ ഒരെല്ലാം അല്പം കൂടുതലാണ്. പെമ്പിള്ളേരെ കാണുമ്പോ സ്വല്പം മോട അതിലുള്ള എല്ലാം ഊരിയെടുത്ത എന്റെ രസം മാറിക്കിട്ടും. അവൻ ചുമ്മാരി അയ്യോ ആള് മാറിയതാവും പാവം. ഒന്നും മാറിയിട്ടില്ല. നോക്കിക്കോ, താറ്റി ഒരു ഇടി വെച്ചു കൊടുത്താൽ അയ്യോ നിപ്പ വിളിക്കും. അയ്യോ ആള് മാറിയതാവും പാവം. നിങ്ങൾ എന്താണ് പറയണത്? ഈ പാവത്തിന് സംസാരം കൂടി വയസ്സാണ്. ഇവരാണ് നമ്മളെ കമ്മി അടിക്കുന്നത്. സാറിന് അറിഞ്ഞുകൂടാ അടിച്ചടാ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിക്കാം, നീ ആ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ ഇളയ മോനല്ലേ? അമ്മോനല്ലേ നമ്മുടെ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ? അയാളുടെ രണ്ടാമത്തെ മോന. ഇവന്റെ ചേട്ടൻ മഹാപഴയ എന്റെ കൂടെ പഠിച്ചതാ. കണ്ടാൽ ഇത് പോലിരിക്കും. ആ തള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അമ്മോനറിയില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? തന്റെ കണ്ണ് എവിടാടോ? സോറി, ആള് മാറിപ്പോയതായിരിക്കും. രാവിലെ തന്നെ വെള്ളങ്ങൾ വെച്ചോണ്ട് ഒരു മലവിന്റെ മേക്കിട്ട് കയറാൻ. നീ ഇപ്പൊ പോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ അടിയുണ്ടല്ലോ. അവനാരാ മനസ്സിലായ? ആ സൂസന്മാരെ പറഞ്ഞതാ. ഓഹോ, ഞാനുള്ളതുകൊണ്ടാ തല്ലുകൊള്ളാത്തത്. നിതിൻ, ഏതായാലും ശകുനപ്പഴ. അവൻ ഗോവിന്ദൻ നായരെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം വിടാം. നമ്മുടെ സൂപ്പർ സോണിക്കിനെ കാണാനില്ലല്ലോ. ആര്? ലതയോ? അവള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിന്ന പ്രോഗ്രാം എല്ലാം തെറ്റും. ഒന്ന് പോറോ, 5 മിനിറ്റുണ്ട്. ഇന്നത്തെ ചാർട്ടിങ് ഉണ്ടെന്ന് നോക്കട്ടെ. 8:50 ഇവിടെ ലത, 9 മണിക്ക് വിംസ് കോളേജ് താര, 9:10 ഹോളി ഏഞ്ചൽസ് നമ്മുടെ ഷീല ജോർജ്, 9:25 ഓൾ സയൻസ് കോളേജ് ലീലീല, 10 മണിക്ക് ഓഫീസ് വർക്ക്. പിന്നെ ഉച്ചയ്ക്കാണ് പ്രോഗ്രാം. She's coming. മാറ. അപ്പോഴേ കുട്ടി, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരായി ഗോവിന്ദൻ നായര്? പിന്നെ എന്താർത്ഥം അറിയാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ അറിഞ്ഞുകൂടാത്തതെല്ലാം അറിയാന്ന് പറഞ്ഞ വയസ്സന്മാരുടെ ഒരു സ്വഭാവം. കാത്തുന്നേ കാലിന്റെ അടി വേര് കളിച്ചു. എന്നാലെങ്കിലും ഒന്ന് കടാക്ഷിക്ക് വെച്ചേ. കടാക്ഷിക്കുന്നുണ്ടല്ലോ. പോരാ, ഇങ്ങനെ 5 നിമിഷം കൊണ്ടോ 10 നിമിഷം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന കൂടുതൽ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരാം. ഓക്കെ? നോക്കട്ടെ, നാളെ പറയാം. നാളെ പറയാന്ന് പറയുന്നത് എത്ര ആളായി? ഞാൻ നാളെ ഹോസ്റ്റലിൽ വരും. വരും. സോറി. വന്നേ, നീ ആ ഗോവിന്ദയുടെ മൂത്തവൻ? ഞാൻ ആ ഗോവിന്ദന്മാര് പോവാ. ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങും. വണ്ടിയോ?
എന്താ അളിയാ, ഞാൻ കുത്തുമെന്ന് വിചാരിച്ചില്ല. എക്സ്ക്യൂസ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി? എന്താ? അല്ല, ഈ കൈനോട്ടത്തിലൊക്കെ വലിയ താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആദ്യമൊക്കെ വലിയ വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തോന്നുന്നു ശരിയാണെന്ന്. അല്ലെങ്കിലും മൂത്തവര് പറയും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഐ മീൻ മുത്തച്ഛൻ, ആ പുള്ളി ജ്യോത്സ്യത്തിലൊക്കെ ഭയങ്കര സാധനമായിരുന്നു. ആ പുള്ളിയിലാണ് ഞാനൊക്കെ പഠിച്ചത്. വേണമെങ്കിൽ മുഖം നോക്കിയ കാര്യം പറയാം. എന്താ പറയൂ? കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? അതെ. പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്നു മോളെ? മുതിന് കൈ നോക്കാൻ അറിയോ? കൊള്ള അറിയാമോ? കുട്ടിയുടെ കൈ ഇങ്ങോട്ട് തന്നെ. വേണ്ട. ഞാൻ നോക്കാന്നേ. ആ, ഞാൻ നോക്കാന്നേ. വേണ്ട. ഇങ്ങോട്ട് തന്നെ നോക്കാം. വളയുന്നുണ്ടല്ലോ. മനക്കെട്ടി തീരെയില്ല. ഹൃദയം വളരെ ലോലമാണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ? ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. ആർക്കാ ഇല്ലാത്തത്? ആ, സഹോദരന്മാരൊന്നും കാണുന്നില്ലല്ലോ. ആ, ഉണ്ടല്ലോ. വളരെ കൊച്ചായിരിക്കും അല്ലേ? ആ, ഇതാണ് ഹൃദയരേഖ. ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും. അയ്യോ, ഈ മറുകുണ്ടോ? ഈ മറുകൾ പ്രഭുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ. സ്ത്രീകളിൽ ഇത് എലിസബത്ത് രാജ്ഞി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം. മറ്റേ ഉണ്ടോ ഇതുപോലത്തെ മറുക്? ആ മറു കൂടെ ഉണ്ടെങ്കിൽ കോടീശ്വരിയാകുമെന്ന്. മറുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കാം. ഇനി എന്തോ നോക്കാനാ? നല്ല ഭാഗ്യം ചെയ്ത കയ്യാ. രഹസ്യം കൈ. അതെനിക്കറിയാം. കാശതാ, ഞാൻ പോട്ടെ. ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ. കാശ? പിന്നെ അല്ലാതെ പുണ്യം കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. ചുമ്മാ ഒരു സ്നേഹത്തിന് എന്ന് വിചാരിച്ചുള്ളൂ. അയ്യോ പാപം, എന്റെ റേറ്റ് 100 രൂപയാ. പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതിന് 25 രൂപ കൂടുതൽ തരണം. എന്റെ കയ്യുന്നോ? അത് വാങ്ങിച്ചോല്ലോ തന്നെ. ദേ, അതുകൊണ്ട് പറയാതെ എന്റെ കാശിങ്ങതാ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ കാശ് വരുന്നുണ്ടോ? ആ, എന്നാ വിളി. അതിന് വഴിയുണ്ടോ? ഇത്രേ ഉള്ളൂ, ബാക്കി അടുത്ത പ്രാവശ്യം തരാം. തന്റെ വേല കയ്യിലിരിക്കട്ടെ, എന്റെ കാശ് തരാൻ. നീ ഇത്ര അലോലയാണ് ഞാൻ വിചാരിച്ചില്ല. പിന്നെ തന്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും പെണ്ണ് കൂടെ വരുമോ? കേറി വന്നോളും. പിന്നെ ഈ മറുകിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാനഹാനിയും ദ്രവ്യനഷ്ടം. ഗുഡ് ബൈ. അയ്യാ, നിനക്ക് ഇത് തന്നെ വേണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു ബെറ്റ് വയ്പ്. ഞാൻ അതിനറിഞ്ഞ അവളും നിർത്തി. ഞാൻ നിർത്തി. നീയല്ലേ നിർത്തുന്നത്? അതിനി കാക്ക മലന്ന് തുറക്കണം. ഒന്ന് പോടാ. ബെറ്റുണ്ടോ? ഞാൻ ഇനി ഇന്നു മുതൽ ഒരു പെണ്ണിനോടും ഉയ്യോ നോക്കടാ. ഹലോ. ഹായ്. കഴുത്തൊടിഞ്ഞു പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലയാ, ഈ ഡൺലപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? അവരെ ഒന്ന് അപ്പ വിളിച്ചോണ്ടു. ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്ക. ഞാൻ ആത്മഹത്യ ചെയ്യും.
നടന്ന കൂടെ ഇരിക്കുന്നവർ നിന്നെ കൊല്ലും. അപ്പൊ രണ്ടായാലും മരണം തീർച്ച. പിന്നെ ചത്താലും സ്വർഗമാ. വഴിയെ പോണ വയ്യാവേലി പിടിച്ച് തലേ വെക്കണ്ട. നടക്കാത്ത കാര്യം കളയടാ. ബെറ്റുണ്ടോ? ആ, എന്തുവാ ബെറ്റ്? ബെറ്റ് 50 രൂപ. ഐ ആം ഗോയിങ് ടു ക്യാച്ച് ഹർ. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. ദൈവമേ, ഇവന് 2 കിട്ടണേ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം, എക്സ്ക്യൂസ് മീ, തീപ്പെട്ടി ഉണ്ടോ? സോറി, തീപ്പെട്ടിയില്ല. ഇറങ്ങിക്കോളും തീപ്പെട്ടിയില്ലാതെ. എന്തോ താനെന്താ പറഞ്ഞേ? വല്ല പറഞ്ഞോ? ഒരു കാര്യം പറയാം, ജാടകൾ കേട്ടോ. എനിക്കിപ്പോ എന്തെങ്കിലും കണ്ടു ഈ സാരി എടുത്ത് എനിക്കൊന്ന് കാണണം. നല്ല ചന്തമായിരിക്കും. താങ്ക് യു. നല്ല കളക്ഷൻ, എനിക്കിഷ്ടായി. സാരിയോ അതോ വാങ്ങിച്ച നാളെയോ? രണ്ടും. ഞാൻ പോട്ടെ. ഏയ്, എപ്പോഴും ധൃതിയാ. എത്ര നാളെ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോവളം വരെ പോവാം. രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടലിൽ ശംഖുമുഖത്തും ഉണ്ടല്ലോ. കടലിന് നീണ്ടുവരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സോ യു ഡോണ്ട് ഹാവ് എ റൊമാൻറ്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്. ഓക്കെ? ഓക്കെ. സാരി ഇവിടെ പോയി. എവിടെയാണ് വെച്ചത്? അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീട്ടിലെ കള്ളൻ കയറിയെന്നാ തോന്നുന്നത്. ഞാൻ ഇന്നലെ മോളിലാ കിടന്നത്. എന്റെ സാരി കാണാനില്ല. കുറച്ച് രൂപയും. നീ കണ്ടോ? സാരിയല്ലേ? ആ. ഇപ്പൊ വരാമെന്നുണ്ട്, പുറത്തോട്ട് വന്നുണ്ട്. തമാശ പറയരുത്. ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. ഇന്നലെ നീ ഇവിടെ എന്തൊന്ന് തപ്പെന്ന് കണ്ടല്ലോ. ഞാൻ എന്തോ തപ്പാനാമേ, ഞാൻ സാരി എടുത്തോണ്ടാണ് നടക്കുന്നത്. രൂപയോ? രൂപയോ? ആ, അത് ഞാൻ എടുത്തൊന്നങ്ങ് വെച്ചോ. വെച്ചൊന്നും വേണ്ട, നീ എന്നെ എടുത്തു. ആ, പെട്ടെന്നൊരു ആവശ്യം വന്നു, ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് എടുത്തു. അമ്മ സാരിയിൽ അലക്കായിട്ട് കാണും. ഞാൻ കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാ. ഞാൻ പോണു. അതൊന്നുമില്ലടാ. ഈ എവിടെ പോന്നു? ഞാൻ മാർക്കറ്റിന് അടുത്ത് വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. ആ, സാരി തപ്പി സമയം അങ്ങ് പോയി. നീ മുഹൂർത്തത്തിന് 1/2 മണിക്കൂറേ ഉള്ളൂ. നീ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിൽ അടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. അമ്മ എന്തോന്നാ ഈ പറയുന്നത്? ആ വണ്ടിയുടെ പിന്നെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. അങ്ങനെ പിടിച്ചിരുന്നാൽ പറ്റത്തില്ല, വീണാലേ പൊടി പോലും കിട്ടത്തില്ല. പോകാന്ന് ഞാൻ എന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്തതുപോലെ. നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓട്ടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? ആ. എന്നാ ഓടിച്ചോ, ഞാൻ പറയുന്നതാ. പിന്നെ അത് എത്ര പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്നതാ? ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേറിയായി പോയില്ലേ? അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല. പോരാത്തന്നെ ടയർ കാറ്റില്ല, ബ്രേക്കും ഇല്ല. ആഹാ, കാറ്റില്ല, സീറ്റില്ല, ബ്രേക്കില്ല. അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോൻ ഇപ്പൊ വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഹലോ, ഡ്രസ് മാറിയിട്ട് വരണം. ആ, അങ്ങനെ പറ. എങ്ങനെ പറ, ഇവിടെ സമയമായി ശല്യം ഉണ്ടാക്കാൻ വേണ്ടി.
വെരി ഗുഡ്. വണ്ടിയുടെ പുറകിൽ കുളിക്കാൻ വന്നേ വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. ഞാൻ കുടുങ്ങില്ല, ഞാൻ ഉണ്ടായിരിക്കാം. മണ്ഡപത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ഇവിടെ ഇറങ്ങി വിട്ടിട്ട് പോയാ ഞാൻ നടന്നു പോകുമ്പോ വേഗം ചീത്തയാവും. ശരി ശരി ശരി. ഹായ്, എന്റെ പൊന്നമ്മ, വണ്ടിയിൽ ഇവിടെ കൈയും കാലും ഒടിഞ്ഞു പോന്നേ. അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കാ. എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെ ഇറങ്ങിക്കോണം, അവിടെ ഇറങ്ങിക്കോണം. ഞാൻ നടന്നു പോണ്ടേ? കടയിൽ അടുത്തല്ലേ, അവിടെ കൊണ്ട് വിട്ടിട്ട് പോ. നീ ഇവിടെ ഇറങ്ങി വിട്ടിട്ട് പോയാ ഞാൻ ചുമ്മാ അമ്മേ. നിർത്തിയാ മതി. ഓക്കെ, താങ്ക് യു. സൂക്ഷിച്ചു പോണേ. ഹായ്. നല്ലയാണാ, എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടി, ഈ സാരി എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര കൊടുത്തു? ഞാന് എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? അല്ല, നിധി വാങ്ങിച്ചതാണ്. അയ്യോ അമ്മേ, ഞാനല്ലേ. കൊള്ളാമല്ലോ പെണ്ണെ, നേരെ പോയി നടക്കുന്ന ആമ്പിള്ളേരെ മയക്കി സാരിയും മാലയും ഞാനോ? ഞാനേ കള്ള ആമ്പിള്ളേർ നേരെ വളർത്തണം. എനിക്ക് അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. കയറിയപ്പോ കയ്യിലുണ്ടായിരുന്നു. എവിടെ പോയി? ആരെങ്കിലും പോക്കറ്റ് അടിച്ചു കാണും. ആ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിടട്ടെ. താൻ കുറെ നേരം ആയാലും പെണ്ണുങ്ങളുടെ ഇടയ്ക്കിടന്ന് തള്ളുന്നേ. ഇതാരുടെ പേഴ്സ്? അത് എന്റെ അല്ല. ഇത് കുട്ടിയുടെ പേഴ്സാണോ? അതെ. വേഷം കണ്ട ടിപ് ടോപ്പ്. ഇതാ ഇവന്റെ ഒക്കെ തൊഴില്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വീണു. ഞാൻ എടുത്തിട്ട് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും. ബസ്സിൽ കയറിയതിനു ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ 2 ടിക്കറ്റ്. നമ്മള്